പിന്നെ ചർമ്മത്തിൽ വരുന്ന ചില അലാമിങ് സിംറ്റംസ് ഉണ്ട്. അപ്പോൾ ചിലവർക്ക് വെയിലത്ത് പോയാൽ മുഖത്ത് ചുവപ്പ് വരും. അതായത് നമ്മൾ ഈ മാലാർ ഏരിയ എന്ന് പറയും, നമ്മൾ മുഖത്തുള്ള ആ ഏരിയ, അത് ആ ഒരു ഏരിയയിൽ സൂര്യകിരണങ്ങൾ അടിക്കുമ്പോൾ ലൈക്ക് ചുമന്ന് വരിക. ചുമന്ന് വന്നാൽ ചില ആൾക്ക് കുറച്ചും കൂടി ഫെയർ ആയ ആൾക്കാർക്ക് ചിലപ്പോൾ ചുവപ്പ് ഉണ്ടാവാം, പക്ഷെ അത് ഇമ്മീഡിയറ്റ്ലി ആ സണ്ണിൻ്റെ അടുത്ത് നിന്ന് വരുമ്പം അത് കുറയാം. പക്ഷേ അത് നിൽക്കുന്നു, കുറച്ച് അവേഴ്സ് നിൽക്കുന്നു, അത് ടൈം എടുക്കുന്നു കുറയാന്നുള്ളത് ആണെങ്കിൽ നമ്മൾ ഈ ചിലതരം ലൂപ്പസ് എന്ന് പറഞ്ഞ ചില അസുഖങ്ങളിൽ കാണാം. അതേപോലെ തന്നെ നമ്മൾ ചെസ്റ്റ് ഭാഗം, ഈ മുതുക് ഭാഗം, ആ ഏരിയയിലും ഇതുപോലെ സൺലൈറ്റ് തട്ടുമ്പോൾ റാഷസ് വരിക, അല്ലെങ്കിൽ നമ്മൾ കണ്ണിന് ചുറ്റും റാഷസ് വരിക. അത് ഈ ചിലതരം കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ്, ഡെർമറ്റോമയോസൈറ്റിസ്, അങ്ങനത്തെ ചില അസുഖത്തിൽ ഇതുപോലെ സ്കിന്നിൽ റാഷസ് വരിക, ചുമന്ന കളർ പാടിൽ വരിക. പിന്നെ ചില അസുഖങ്ങളിൽ, ചില വാദങ്ങളിൽ ചിലവർക്ക് വ്രണങ്ങൾ വരാം, ചർമ്മത്തിൽ വരുന്ന വ്രണങ്ങൾ, അതായത് നമ്മൾ വിരലിൻ്റെ അറ്റത്ത് വ്രണങ്ങൾ വരാം. ആ വ്രണങ്ങൾ വരുന്ന പെയിൻഫുൾ ആയിട്ടുള്ള വ്രണങ്ങളായിട്ട് വരാം. ചിലപ്പോൾ ആദ്യം വരുമ്പോൾ ചിലവർ വരിക്കും എന്തെങ്കിലും മുള്ളു തട്ടിയിട്ടാണ്, പക്ഷെ അത് റിപ്പീറ്റഡ് ആയിട്ട് ഓരോ വിരലിൽ മാറി മാറി വരിക, വേദന ഉണ്ടാവുക. ഇനി ഇതിൻ്റെ ഒപ്പം ചിലവർക്ക് റേനോട്സ് ഫിനോമിനൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് തണുത്ത വെള്ളത്തിൽ തട്ടുമ്പോൾ ചെറിയൊരു വെള്ളം ലൈറ്റായിട്ട് വിളറി വരിക, അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള ഒരു നീല കളർ വരിക, അല്ലെങ്കിൽ തരിപ്പ് പോലെ അനുഭവപ്പെടുക. ഈ ഒരു സിംറ്റം റേനോട്സ് ഫിനോമിനൻ അത് ചില വാദസംബന്ധമായ അസുഖത്തിൽ കാണാം. സോ ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മിസ് ചെയ്യരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാം. നമ്മൾ ചില വാദങ്ങളുടെ ഭാഗമായിട്ട് ചിലവർക്ക് യൂറിനിൽ പ്രോട്ടീൻ പോകാം. യൂറിൻ എന്ന് പറയുമ്പോൾ മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അംശം ലീക്കായിട്ട് പോകാം കിഡ്നിയിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ലക്ഷണം എന്താ ഉണ്ടാവുക? സാധാരണ രീതിയിൽ ചിലവർ പറയും മൂത്രം ഒഴിക്കുമ്പോൾ പത വരുന്ന പോലെയെന്ന്. എന്നാൽ എല്ലാവർക്കും പത വരുമ്പോൾ ഇതന്നെ ആവണമെന്നില്ല. നമുക്കൊരു അറ്റ് എ പോയിൻ്റ് ഓഫ് ടൈം ഇൻഫെക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇതേപോലെ യൂറിനിൽ പ്രോട്ടീൻ പോവാം. പക്ഷെ എന്നും പെർസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പതയുന്ന പോലെ, അല്ലെങ്കിൽ അതിന് കളർ വ്യത്യാസം വരും. അതായത് യൂഷ്വലി ഒരു മഞ്ഞ കളർ, മഞ്ഞയിൽ നിന്ന് ഓറഞ്ചിഷ് കളർ, റെഡിഷ് കളർ വരുന്നുണ്ടെങ്കിൽ അതൊരു അലാമിങ് സിംറ്റമാണ്. ആൻഡ് യൂഷ്വലി ഇങ്ങനത്തെ സിംറ്റം നമ്മൾ ലൂപ്പസ് എന്ന് പറഞ്ഞ അസുഖത്തിൽ, SLE എന്ന് പറഞ്ഞ അസുഖത്തിൽ കിഡ്നി ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ വരാം, ലൂപ്പസ് നെഫ്രൈറ്റിസ്. അതേസമയത്ത് നമുക്ക് ചിലതരം വാസ്കുലൈറ്റിസിൽ, മീഡിയം ടു സ്മോൾ വെസൽ വാസ്കുലൈറ്റിസ്, അങ്ങനത്തെ വാസ്കുലൈറ്റിസിലും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടാവാം. ഈ ലക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അവഗണിക്കരുത്. പിന്നെ സിമിലർലി നമുക്ക് ചിലവർക്ക് കണ്ണിൽ ചുവപ്പ് ഉണ്ടാവാം, കണ്ണിൽ ചുവപ്പ് വരാം. ചിലർക്ക് കണ്ണിന് ചുവപ്പിൻ്റെ ഒപ്പം വേദന ഉണ്ടാവാം. ചിലർക്ക് ഇതിൻ്റെ ഒപ്പം അസോസിയേറ്റഡ് ആയിട്ട് കാഴ്ച മങ്ങിച്ച് വരാം. സോ ഇങ്ങനത്തെ സിംറ്റംസ് വരുന്നുണ്ടെങ്കിലും ചില അസുഖത്തിൻ്റെ പലതരം വാദത്തിൻ്റെ ഭാഗമായിട്ട് കണ്ണിൽ ഇങ്ങനെ ഈ പറയുന്ന സിംറ്റം ഉണ്ടാവും. അതായത് ഇറ്റ് ക്യാൻ ബി പാർട്ട് ഓഫ് സ്ക്ലെറൈറ്റിസ്, എപ്പിസ്ക്ലെറൈറ്റിസ്, യുവിഐറ്റിസ് എന്നൊക്കെ പറയും. സോ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആദ്യം കണ്ണ് ഡോക്ടറെ കാണിക്കുക. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇൻഫെക്ഷൻസ് എന്തെങ്കിലും റൂൾ ഔട്ട് ചെയ്യണം. ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ യൂഷ്വലി കുറേ വാദത്തിൻ്റെ ഭാഗമായിട്ട് ഈ കണ്ണിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടാവാം. സോ അങ്ങനെ ചിലപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം ഇന്ന് വാദത്തിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണിൻ്റെ ഈ സിംറ്റം കണ്ടുപിടിക്കാൻ പറ്റും. ചില വാദങ്ങളിൽ ചിലവർക്ക് ചുമ വിട്ടുമാറാത്ത കുത്തി ചുമ, അല്ലെങ്കിൽ കിതപ്പ് ഉണ്ടാവുക, കുത്തി ചുമ ഉണ്ടാവുക, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇറ്റ് ഇസ് എൻ അലാമിങ് സിംറ്റം. അതായത് നമ്മൾ ആദ്യം റൂൾ ഔട്ട് ചെയ്യുന്ന നോർമലായിട്ട് ബ്രോങ്കൈറ്റിസ്, അതായത് എന്തെങ്കിലും നമ്മൾ ശ്വാസകോശം ഇങ്ങനെ നമുക്ക് അലർജി വരുമ്പം ചിലവർക്ക് ബ്രോങ്കൈറ്റിസ് വരാറുണ്ട്. ബ്രോങ്കൈറ്റിസ് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ, അതായത് നമ്മൾ ശ്വാസകോശത്തിൽ ചെറിയ രീതിയിൽ ഇൻഫ്ലമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുത്തി ചുമയായിട്ട് വരാം. പലർക്കും പോസ്റ്റ് വൈറൽ അസുഖങ്ങൾ വന്നു കഴിഞ്ഞ് വരുമ്പോൾ, സ്പെഷ്യലി കോവിഡ് പോലത്തെ അസുഖം കഴിഞ്ഞ് വരുമ്പോൾ ചിലവർക്ക് ഉണ്ടാവുക. പക്ഷേ ചിലപ്പോൾ ഇത് നമ്മൾ ഇൻഹേലേഴ്സോ റൂട്ടീനായിട്ടുള്ള നിങ്ങൾ പൾമനോളജിസ്റ്റ് ചില മരുന്നുകൾ ഇട്ടിട്ടും കുറയുന്നില്ല, എന്നും ഈ കിതപ്പ് നിൽക്കുന്നു, ചുമ നിൽക്കുന്നു, കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻറ്റർസ്റ്റിഷ്യൽ ലങ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടൊരു എൻറ്റിറ്റി ഉണ്ട്. അത് ഈ ചിലതരം വാദങ്ങൾ, സ്പെഷ്യലി റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ചിലപ്പോൾ മിക്സഡ് കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ്, അല്ലെങ്കിൽ സ്ക്ലീറോഡാമ, ഇങ്ങനത്തെ ചില അസുഖങ്ങളിൽ ഇൻറ്റർസ്റ്റിഷ്യൽ ലങ് ഡിസീസ് ഉണ്ടാവാം. സോ അതിൻ്റെ ഈ ലക്ഷണമാണ് വിട്ടുമാറാത്ത കിതപ്പ്. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ഒരു പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു CT സ്കാൻ ചെയ്തിട്ട് നമുക്കത് ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എത്രയും നേരത്തെ തുടങ്ങിയാൽ ആ പ്രോഗ്രഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആ അസുഖം കൂടി വരുന്നതും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പലതരം ട്രീറ്റ്മെൻറ്റ്സ് അതിന് അവൈലബിൾ ആണ്.